ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് വരുന്ന ഏഷ്യ കപ്പിന് വേണ്ടിയാണ്. അതായത് ഏഷ്യ കപ്പിൻ്റെ 17ാമത്തെ എഡിഷനാണ് ഇത്തവണ അരങ്ങേറുന്നത്. T20 ഫോർമാറ്റിലാണ് നടക്കുന്നത്. അബുദാബിയിൽ വെച്ചുകൊണ്ടും ദുബായിൽ വെച്ചുകൊണ്ടുമാണ് ഈയൊരു മത്സരങ്ങൾ അരങ്ങേറുക. സെപ്റ്റംബർ 9-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ഏഷ്യ കപ്പിൻ്റെ തീയതികൾ വരുന്നത്. ആകെ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഗ്രൂപ്പ് എയിൽ ഇന്ത്യയും പാകിസ്ഥാനും UAEയും അതുപോലെ തന്നെ ഒമാനുമാണ് വരിക. ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നിവരാണ് വരിക എന്നാണ് എല്ലാ റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഏതായാലും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഓരോന്നായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കഴിഞ്ഞ IPLൽ RCBക്ക് വേണ്ടി തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത താരമാണ് കൃണാൽ പാണ്ഡ്യ. അവരുടെ കിരീട നേട്ടത്തിൽ പാണ്ഡ്യ വലിയ ഒരു പങ്ക് വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടീം ഇന്ത്യ ഇദ്ദേഹത്തെ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. വരുന്ന ഏഷ്യ കപ്പ് സ്ക്വാഡിൽ ഈ താരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രമുഖ മാധ്യമമായ ന്യൂസ് 18 ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ IPLൽ മികച്ച പ്രകടനം പുറത്തെടുത്ത സൂപ്പർ താരമാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം കൂടി തിരിച്ചെത്തുകയാണ്. ഏഷ്യ കപ്പിലുള്ള ടീമിൽ അദ്ദേഹം ഉണ്ടായേക്കും. മാത്രമല്ല സ്വന്തം നാട്ടിൽ വെച്ചുകൊണ്ട് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു ടെസ്റ്റ് പരമ്പര കളിക്കുന്നുണ്ട്. അതിലും ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്തിയേക്കും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി മലയാളി താരമായ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നുള്ളത് മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിക്കൊണ്ട് നറുക്ക് വീഴുക സഞ്ജുവിന് തന്നെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയും അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും മികച്ച ഒരു ടീമിനെ തന്നെ ഇന്ത്യ പറഞ്ഞയക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. നിലവിലെ ജേതാക്കൾ അത് ഇന്ത്യയാണ്. കലാശ പോരാട്ടത്തിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്ത്യ കഴിഞ്ഞ തവണത്തെ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കിയിരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.